ഹായ്, ഇന്ന് വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മുറ്റങ്ങൾ, അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങൾ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻ്റർലോക്ക് വിരിക്കാതെ, അതായത് നാച്ചുറൽ സ്റ്റോണൊന്നും നമ്മൾ പാവാതെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ കട്ടകൾ വീട്ടിൽ നിന്ന് തന്നെ നിർമ്മിച്ചതിന് ശേഷം, സിമെൻറ്റ് കട്ടകൾ നിർമ്മിച്ചതിന് ശേഷം നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കട്ട നിർമ്മിക്കുന്നു, അതേപോലെ തന്നെ അത് ഡിസൈൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സിമെൻറ്റ് കട്ടകൾ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വാട്ടർ കവർ വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള വാട്ടർ കവറാണ്. ഇത് പല കട്ടിയിലുള്ള വാട്ടർ കവറുകളും ഉണ്ട്, അതേപോലെ പല വീതിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 7 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി. അതേപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 90 സെൻറ്റിമീറ്ററുള്ള 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ടകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ വളച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ 2 കട്ടകൾക്ക് വേണ്ടി മാത്രമേ നമ്മളിത് ഒട്ടിച്ചുള്ളൂ. പിന്നെ നമ്മൾ ഒട്ടിക്കാതെയാണ് ചെയ്തത്. അത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇഷ്ടികകളാണ്. 4 ഇഷ്ടിക നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ വി ആകൃതിയിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചെടുത്ത നമ്മുടെ കവർ നമ്മൾ അതിനുള്ളിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒട്ടിച്ച ഭാഗമാണ് നമ്മൾ ഇഷ്ടികയുടെ ഉള്ളിലേക്ക് വെക്കുന്നത്. ഇഷ്ടികയുടെ ഗ്യാപ്പ് നമ്മൾ ഒരേ അളവിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ 2:1:1 എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ വെള്ളം ആയിപ്പോയത്. ഒരു പുട്ടിനൊക്കെ നമ്മൾ പൊടി കൊഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് വേണം നമ്മളിത് ഈ പരുവത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അതായത് വെള്ളം ഒലിച്ചു പോയരുത്. അപ്പോൾ 2 ചട്ടി ബേബി മെറ്റലിന് 1 ചട്ടി എംസാൻഡ് പിന്നെ 1 ചട്ടി സിമെൻറ്റും എന്ന രീതിയിലാണ് നമ്മളിത് കൂട്ടിയെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ഇതിലിത് അപ്ലൈ ചെയ്യാം. ആദ്യം കുറച്ച് കോൺക്രീറ്റ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുമ്മായക്കത്തിയുടെ ഈ പിറകു ഭാഗം കൊണ്ട് നമ്മൾ നന്നായിട്ടിത് കുത്തി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുത്തു. നമുക്ക് ബോർഡറൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റും. കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ബോർഡർ എടുത്ത് മാറ്റി നമുക്ക് വേറെ കട്ടകൾ അതിൽ നിർമ്മിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു മിനുക്ക് പണി നടത്താനുണ്ട്. കുറച്ച് സിമെൻറ്റ് മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് നമുക്ക് വിതറി കൊടുക്കാം. സിമെൻറ്റ് വിതറിയ ശേഷം നമ്മൾ നന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയുടെ മുകൾ ഭാഗം നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ ലീഫുകളുടെ നാര് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ. അപ്പോൾ 2 കട്ടകൾ നമ്മൾ നിർമ്മിച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതിൻ്റെ ഇഷ്ടിക എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ബോർഡർ അഥവാ ഇതിൻ്റെ ഈ ഫ്രെയിം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ സെല്ലോ ടോപ്പ് ഒട്ടിച്ചത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഫ്രെയിം നമ്മൾ ഇതേപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ സാവധാനം വേണം ഇത് എടുത്ത് മാറ്റാൻ. പിന്നെ സെല്ലോ ടോപ്പ് ഒട്ടിച്ചത് നമ്മൾ ആദ്യത്തെ 2 കട്ടകൾക്ക് വേണ്ടി മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ 4 കട്ടകൾ നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വലിയ കട്ടകൾ നിർമ്മിച്ചെടുക്കണം. അപ്പോൾ 2 വലിയ കട്ടകളാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ഷീറ്റും, അതായത് നമ്മുടെ 2 കവറ് 90 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ 2 കവർ എടുത്തതിന് ശേഷം അത് നമ്മൾ ഇതേപോലെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗം നമ്മൾ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അത് ഒട്ടിക്കാത്ത ഭാഗം നമ്മൾ വി ഷേപ്പ് തന്നെ നമ്മൾ 2 ഇഷ്ടിക വെച്ച ശേഷം നമ്മൾ ഇതേപോലെ വെച്ച് ഒരു ഇഷ്ടിക പിറക് സൈഡിൽ, ഒരു ഇഷ്ടിക നടുഭാഗത്തും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വളച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കോൺക്രീറ്റ് നിറച്ചിട്ട് നമുക്ക് വലിയ കട്ട റെഡിയാക്കി എടുക്കാം.
ഇതിൽ നമ്മൾ ഇതേപോലെ ഒരു വേസ്റ്റ് കമ്പി, ഒരു പഴയ കമ്പി കഷ്ണമാണ്, അത് നമ്മൾ വെച്ചു കൊടുക്കും. ഈ കട്ടകൾക്ക് കുറച്ച് നീളം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വേസ്റ്റ് കമ്പി വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള വീട്ടിലുള്ള വേസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് കമ്പിയൊക്കെ ഈ ആക്രി കടകളിൽ നിന്നൊക്കെ ഇതേപോലെയുള്ള കമ്പി കുറഞ്ഞ വിലക്ക് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ നനവ് കുറവായതുകൊണ്ട് നമ്മൾ സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ട് തേച്ച് മിനുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് ഒരു ഡിസൈൻ. അപ്പോൾ നമ്മുടെ വലിയ കട്ടയും റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡറും എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യം ഇഷ്ടികകൾ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോർഡറും എടുത്ത് മാറ്റുന്നുണ്ട്, അതായത് നമ്മുടെ ഫ്രെയിം. ഈ ഫ്രെയിം നമ്മൾ വളരെ സാവധാനം എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് വളരെ, അതായത് നമ്മളിത് നിർമ്മിച്ച് കഴിഞ്ഞ് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാൻ കഴിയും. അപ്പോൾ ഈ കവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീട് കട്ടകൾ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് റൗണ്ട് കട്ടകൾ നിർമ്മിച്ചെടുക്കണം. അതിന് നമ്മൾ നമ്മുടെ കവർ നമ്മൾ ഒരു പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ റൗണ്ട് പിടിച്ചതിന് ശേഷം അതിനുള്ളിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റൗണ്ട് കട്ടകളും നിർമ്മിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കട്ടകളൊക്കെ നമ്മൾ നിർമ്മിച്ചെടുത്തു. ഇനി 30 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലീഫ് കട്ടകൾ നമ്മളിവിടെ ഒരു 4 പീസാണ് നിർമ്മിച്ചത്. പിന്നെ 2 റൗണ്ട് കട്ടകൾ നിർമ്മിച്ചു, 2 വലിയ കട്ടകൾ നിർമ്മിച്ചു. ബാക്കിയുള്ള ലീഫ് കട്ടകളൊക്കെ നമ്മൾ നമ്മുടെ ഷെഡിലാണ് നിർമ്മിച്ചത്. അപ്പോൾ നമ്മുടെ കട്ടകളൊക്കെ 30 മണിക്കൂർ കഴിഞ്ഞിട്ട് 30 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കട്ടകൾ എടുത്തതിന് ശേഷം നമുക്കിത് ഒരു 2 ദിവസം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വലിയ കട്ടകൾ മാത്രം നമ്മൾ എടുക്കുന്നില്ല, ഇത് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 ദിവസം നമുക്ക് നനച്ചു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കട്ടകളൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. 3 ദിവസമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചതാണ്. അപ്പോൾ 2 വലിയ കട്ടകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്, പിന്നെ 2 റൗണ്ട് കട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്, 10 ലീഫ് കട്ടകളും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുറ്റത്ത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുറ്റത്തായി ഈ ഭാഗത്താണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ആദ്യം മുറ്റത്ത് നമ്മൾ ബേബി മെറ്റൽ ചുരിഞ്ഞ മുറ്റാണ്. അപ്പോൾ ആ ബേബി മെറ്റൽ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ഭാഗം നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബേബി മെറ്റൽ നമ്മൾ മാറ്റിയെടുത്തു. ഇനി നമുക്ക് ഈ നമ്മുടെ കട്ടകൾ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. അതിനുശേഷം നമുക്കിവിടെ കുഴി എടുത്തതിന് ശേഷം വേണം ഇവിടെ നമുക്കിത് സെറ്റ് ചെയ്യാൻ. അപ്പം മുറ്റത്ത് ഡിസൈൻ ചെയ്യാനുള്ള ഭാഗം നമ്മൾ കട്ടകൾ വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഈ കട്ടകൾ വരുന്ന ഭാഗം നമുക്കൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കുഴി എടുക്കണം. അപ്പോൾ കട്ടകളുടെ ഉയരം എത്രയാണോ വരുന്നത് അതേ ആഴത്തിൽ നമ്മളിവിടെ കുഴി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കട്ട നമുക്ക് ഡിസൈൻ ചെയ്ത് പാവി എടുക്കേണ്ടത്. കുഴി എടുക്കേണ്ട ഭാഗം നമ്മൾ കൊത്തി കിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മണ്ണ് എടുത്ത് മാറ്റാണ്. മണ്ണ് നമ്മൾ അധികം ദൂരത്തേക്ക് മാറ്റുന്നില്ല, കാരണം ഇതിൽ കൂടുതൽ മണ്ണ് നമുക്ക് ഇവിടേക്ക് തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തെവിടെയെങ്കിലും തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഭാഗമൊക്കെ നമ്മൾ കുഴിയെടുത്ത് റെഡിയാക്കിയെടുത്തു. ഇത് നമ്മുടെ കട്ടതാ ഇതേപോലെ വെച്ച് നോക്കണം. അപ്പോൾ മുറ്റത്തിൻ്റെ അതേ ലെവലിൽ നമുക്ക് കട്ടയുടെ ഉയരം വരണം. ആ രീതിയിലാണ് നമ്മൾ കുഴി റെഡിയാക്കിയെടുത്തത്. ഇനി നമുക്ക് ഈ കുഴിയിൽ നമ്മുടെ ബേബി മെറ്റൽ ചൊരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ചെറിയ കനത്തിൽ നമുക്ക് ബേബി മെറ്റൽ ചൊരിഞ്ഞു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ കട്ട സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആദ്യം വലിയ കട്ടകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് വലിയ കട്ട വെച്ചതിന് ശേഷം നമ്മൾ വാട്ടർ ലെവലൊക്കെ നോക്കിയിട്ടാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇളക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ അടിയിൽ ബേബി മെറ്റലൊക്കെ കൊടുത്തിട്ട് വേണം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ.
വലിയ കട്ടകളുടെ 2 ഭാഗവും അതേപോലെ തന്നെ 2 കട്ടകൾ തമ്മിൽ ഒരേ വാട്ടർ ലെവലിൽ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ വലിയ കട്ടകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കട്ടകളൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരേ ലെവൽ ഇതിൻ്റെ അതേ ലെവലിൽ പിടിച്ചിട്ട് നമുക്ക് ബാക്കി കട്ടകളൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ടകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉയരങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാ കട്ടകളും ഒരേ ഉയരത്തിൽ റെഡിയാക്കി ഇളക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ടകളൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ഈ ഗ്യാപ്പുകളിലൊക്കെ ഉള്ള ഈ ബേബി മെറ്റൽ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ തീരെ ഇളക്കങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കട്ടകളൊക്കെ പാവി റെഡിയാക്കിയെടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലുള്ള ബേബി മെറ്റലൊക്കെ എടുത്തു മാറ്റി. ഇനി നമുക്കിതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഈ കട്ട വരുന്നതിൻ്റെ 1/4 ഭാഗത്തോളം നമുക്ക് മണ്ണ് നിറച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് അമർത്തി കൊടുക്കണം, ചവിട്ടി അമർത്തി കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്ത കട്ടകളുടെ 1/4 ഭാഗം ഉയരത്തോളം നമ്മൾ മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് സൈഡുകളൊക്കെ ചവിട്ടി അമർത്തിയെടുത്തു. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ 1/4 ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ ബേബി മെറ്റൽ നിറയ്ക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ബേബി മെറ്റൽ നിറച്ച് അത് റെഡിയാക്കിയെടുക്കാം. ആ ബേബി മെറ്റലൊക്കെ നമ്മൾ നിറച്ച് റെഡിയാക്കിയെടുത്തു. ഇനി നമ്മുടെ കട്ടയിലെ മുകളിലുള്ള മണ്ണൊക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഉണങ്ങിയാൽ നമുക്കിതിന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ രീതിയിലുള്ള മുറ്റം ഡിസൈനിങ്. അപ്പോൾ ഇത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചത് നമ്മുടെ അപ്പെക്സ് ആണ് നമ്മൾ അടിച്ചത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇൻ്റർലോക്കിന് അടിക്കുന്ന പെയിൻറ്റുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളറുകളൊക്കെ നമുക്കിതിന് പെയിൻറ്റ് അടിച്ചെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഈ തരത്തിൽ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. അതായത് മുറ്റത്ത് വെള്ളമൊക്കെ ഇറങ്ങുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ മുറ്റത്ത് നമ്മൾ ഓരോ സൈഡിൽ ഓരോ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ബേബി മെറ്റൽ പാവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ കാണാനും നല്ല രസമുണ്ടാകും. അതേപോലെ വെള്ളം ഊർന്നു പോകുന്നതിനോ അല്ലെങ്കിൽ വെള്ളം അടിയിലേക്ക് കുടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് ഇൻ്റർലോക്കൊക്കെ വിരിക്കുമ്പോൾ നമുക്ക് വെള്ളം ഊർന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്, വെള്ളം ഒലിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് മണ്ണിലേക്ക് തന്നെ വെള്ളം ഇറങ്ങും, അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് ഇതിനുള്ള ചെറിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ അതായത് വണ്ടികൾ, അതായത് നമ്മൾ വാഹനങ്ങളൊക്കെ കയറി ഇറങ്ങുന്ന ഭാഗത്ത് ചിലപ്പോൾ ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഇറങ്ങി വരുന്ന ഭാഗം, അതായത് കയറി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിത് ഒഴിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ വാഹനങ്ങൾ കയറാത്ത മുറ്റമൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെയും ഡിസൈൻ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വാഹനം കയറാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ ബേബി മെറ്റൽ പാവി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നിർമ്മിച്ച ഈ കട്ടകൾ വെച്ചിട്ട് നമുക്ക് മുറ്റല്ലാതെ നമുക്ക് ഗാർഡനിലും ഇതേപോലെ അടിപൊളിയായിട്ടൊക്കെ നമുക്ക് പല രീതിയിലും ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലും ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള ഈ മുറ്റം ഡിസൈനിങ്ങും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.